നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ പറയുന്ന ഒരു കൂടപത്രത്തിനെ കുറിച്ചാണ്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഈ വിഷയം നമ്മുടെ നമ്മുടെയൊക്കെ ഇടയ്ക്ക് ഒരുപാട് നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ചോദിക്കുന്നവരെല്ലാം അതിൻ്റെ ഇരകളായവരാണ്. പക്ഷെ അത് അധികമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു മടുപ്പ് തോന്നും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് അധികമായിട്ടും ആ ഒരു വിഷയം കൂടപത്രം ശത്രുദോഷത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട്. ഇതെങ്ങനെയൊക്കെ വരാം എന്നുള്ളത്. പലർക്കും ധാരണ നമ്മുടെ ആഹ്, ഏതെങ്കിലും ഒരു ശത്രുക്കളാണല്ലോ ഈ കൂടപത്രവും ഈ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ശത്രുക്കളെന്ന് പറയുന്നത് നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ബന്ധുക്കളെന്ന് വെച്ചാൽ മറ്റുള്ള ഇപ്പം നമ്മളെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ അല്ലാതെ വരുന്നവരൊക്കെ ആണ് നമുക്ക് ഏറ്റവും വലിയ ശത്രുക്കൾ. അവരൊക്കെയാണ് ഈ കൂടപത്രം, ശത്രുദോഷം, ആഭിചാരമൊക്കെ പോയി ചെയ്യുന്നു എന്നുള്ളതാണ് പലരുടെയും ചോദ്യമാണ്. പക്ഷേ നമ്മളെ കൂടെ ഉള്ളവരെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. പുറത്തുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം നമ്മളോടൊപ്പം ജീവിക്കുന്നവരെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അത് വിശദമായി തന്നെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി അറിയാനുള്ള സന്ദർഭമൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇതിനകത്ത് വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. കൂടപത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തകർന്ന അവസ്ഥയാണ്. കൂടപത്രം ഒരാൾക്ക് പിടിച്ചു പോയാൽ അവർ നന്നായി പ്രയത്നിച്ചു, അല്ലെങ്കിൽ അധ്വാനിച്ചു, സമ്പത്തുണ്ടാക്കുകയും മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ കൊടുക്കാവുന്നതിൻ്റെ പരമാവധി എല്ലാവർക്കും സഹായങ്ങളും മറ്റുമൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ അവരുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അവർക്ക് ആര് ശത്രുക്കളാകാം. കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും നമ്മൾ സംശയിക്കില്ല. നമ്മൾ സംശയിക്കുന്ന തൊട്ടടുത്ത വീട്ടുകാർ, അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച കണ്ടിട്ട് വളർച്ച കണ്ടിട്ട് അസൂയപ്പെടുന്ന ബന്ധുക്കൾ, ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് സംശയിക്കാം. ഇനി നമ്മളോടൊപ്പം നിൽക്കുന്നവർ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കില്ലല്ലോ. അപ്പം ഈ മറ്റുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയോ ഒക്കെ അവരൊക്കെ നമ്മളോട് ഒരു ശത്രുത തോന്നുക, അതുവഴിക്കൊരു കൂടപത്രം നമ്മളിലേക്ക് ഏൽപ്പിക്കുക അല്ലെങ്കിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളോടുള്ള അസൂയ കൊണ്ടായിരിക്കാം. കുശുമ്പ്, അസൂയ എന്നൊക്കെ പറയും. അപ്പം അതാണ്, എന്നെക്കാളും അയാൾ വളർന്നു പോയി, അല്ലെങ്കിൽ എന്നെക്കാളും അവർ സന്തോഷമായി ജീവിക്കുന്നു, എന്നെക്കാളും നല്ല രീതിയിലുള്ള ജീവിത സൗഖ്യം അവർക്ക് കിട്ടുന്നു. ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യനുമല്ല, എന്നാൽ 10 ഒരു 2-3 പേർക്കെങ്കിലും അസൂയ ഉണ്ടാകും. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇതുപോലുള്ള ചെയ്തു കൊടുക്കുന്നത് കൂടപത്രങ്ങൾ, ശത്രുദോഷങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. അതായത് മുൻപ് ഒരു 2000-ലൊക്കെ നമ്മുടെ ഞാൻ തിരുവനന്തപുരത്തുള്ളതാണ്. തിരുവനന്തപുരത്ത് ഒരു കുടുംബ കോടതിയേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അന്ന് ഈ അതായത് ഈ ഡൈവോഴ്സ് കേസൊക്കെ വളരെ കുറവാണ്, വിവാഹമോചനം വളരെ കുറവാണ്. കുടുംബക്കാർ തന്നെ പറഞ്ഞൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിച്ചു പോകും. പക്ഷെ ഇന്നതല്ല. ഇന്ന് എടുത്താൽ ഓരോ പഞ്ചായത്തിലെ ഓരോ കുടുംബ കോടതികളുണ്ടെന്ന് പറയാം. കാരണം ഇന്ന് ആവശ്യക്കാർ ഏറി എന്നുള്ളതാണ്. അതുപോലെയാണ് ഈ കൂടപത്രത്തിൻ്റെ കാര്യത്തിൽ. ഇന്ന് ഒരുപാട് പേരാണ്. കാരണം ഒരു ശത്രുത ഉണ്ടാകാനായിട്ട് ഒരു രാഷ്ട്രീയത്തിൽ ഒരാളെക്കാൾ ഉയരുകയോ, ഒരു കലാരംഗത്ത് ഉയർന്നു പോവുകയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഉയർന്നു വരികയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ശത്രുത ഉണ്ടാകാം. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഇതേ കണക്കുള്ള സ്ഥാപനങ്ങളൊക്കെ ക്ഷേത്രങ്ങളാണെന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളൊന്നും അല്ലാതെ ക്ഷേത്രങ്ങളിലെ ദൈവങ്ങൾ ആരെയും നശിപ്പിക്കാനല്ല ഇരിക്കുന്നത്. ഇതങ്ങനെയല്ല, ഒരാളെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അന്ന് ആവശ്യക്കാർ ഏറി. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ പുതിയ രീതികളൊക്കെ വന്നു. മുച്ചൂട് നശിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കങ്ങനെ ഒരു ദോഷം നമ്മളെ കുടുംബത്തിലേക്ക്, ഒരു ഐക്യത കുറവാണ് ഇതിനകത്ത് ആദ്യം ഉണ്ടാകുന്നത്. പരസ്പരം വിരോധികളായി മാറും. അങ്ങനെ വിരോധികളായി മാറുന്നു. അതുവഴി നമുക്ക് മാനസിക പ്രശ്നങ്ങൾ വരുന്നു. മാനസിക പ്രശ്നം വന്നാൽ നമ്മുടെ തൊഴിലിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു വല്ല ബിസിനസ്സാണെങ്കിൽ അതിലൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു. ധനനഷ്ടം വരുന്നു. അതുവഴി വരുന്ന മാനസിക പ്രശ്നങ്ങൾ എല്ലാം കൂടിയാകുമ്പോൾ നമ്മുടെ ജീവിതം താറുമാറായി പോകും. അപ്പോൾ അങ്ങനെ നമുക്കൊരു മാനസിക വിഷയം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാൽ മിക്ക ആൾക്കാരും അതൊരു ശത്രുദോഷമായിട്ടോ അല്ലെങ്കിൽ ഒരു കൂടപത്രമായിട്ടോ ഒക്കെയാണ് എല്ലാവരും കണക്കാക്കുന്നത്. ശരി തന്നെയാണ്. അല്ലാതെ മാനസികമായി വരുന്ന ഇതേ അനുഭവങ്ങൾ കാണിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ പറയാം. കാര്യം നമ്മളീ കാണുന്ന, അതായത് നമുക്ക് വരുന്ന തകർച്ച എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒന്നും കൂടപത്രം ശത്രുദോഷമൊന്നും അല്ല. നമ്മളെ കൂടെ നിന്നിട്ട് നമുക്ക് മാനസികമായി പണി തരുന്ന ചില ആൾക്കാരുണ്ട്. അത് വിശദമായി ഒരു സംഭവ
ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതും ഒരു ഉദാഹരണ സഹിതം പറയാം. ഒരു കുടുംബത്തിൽ ഒരു അച്ഛനും അമ്മയും ഒരു മകനും മാത്രമേ ഉള്ളൂ. അവർ വളരെ ദാരിദ്ര്യത്തിലും ഒരു നിവൃത്തിയും ഇല്ലാതെ അന്നുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ കഴിഞ്ഞുപോയി. ആഹാരത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടി വന്നവരാണ്. കിടക്കാൻ പോലും ഒരു സ്ഥലമില്ലാതെ വളരെ ആ 3 പേര് മാത്രമായിട്ട് അങ്ങനെ ജീവിച്ചു വന്നു. പക്ഷേ എന്താണെന്നറിയില്ല, അവർ 3 പേരും കൂടെ ഒന്നിച്ച് ചേർന്നപ്പോൾ ദൈവം അവർക്ക് ഒരുപാട് സമ്പത്ത് കൊടുത്തു. തൊഴിൽ ചെയ്തിട്ടാണ് സമ്പത്ത് കൊടുത്തു. ആ സമ്പത്തിൽ നന്നായി അവർ ഉയർന്നു. അവർക്ക് ഒരാൾ കണ്ടാൽ അവരുടെ ഒരു ദാരിദ്ര്യ കാലത്ത് കണ്ടിരുന്നവർ ഇന്ന് കണ്ടാൽ അത്ഭുതം കൂറുന്ന വിധത്തിലേക്ക് അവർ ഉയർന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉയർന്നു നല്ല ഒരു അവസ്ഥയിലേക്ക് അവരെത്തിക്കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അവരുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ മകൻ തമ്മിലൊക്കെ വളരെ ഐക്യത കുറവ്, വളരെ ഐക്യതയോടുകൂടി പോയിക്കൊണ്ടിരുന്നവരാണ്. പക്ഷെ അവർ തമ്മിൽ പിരിഞ്ഞു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു. ഈ പ്രശ്നങ്ങൾ പലപ്പോഴായിട്ടുണ്ടായപ്പോൾ ഒക്കെ അവർ തൊട്ടടുത്തുള്ളവരെയൊക്കെ സംശയിച്ചു. അവരൊക്കെ എന്തെങ്കിലും ശത്രുദോഷം ചെയ്യുന്നതാണ്. കാരണം ഇതിന് മുന്നേ അങ്ങനെ അവരൊക്കെ ചെയ്ത് അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്ത് ഇനി ഒരിക്കലും അവർ ചെയ്താൽ ഏൽക്കാത്ത വിധത്തിലുള്ള എല്ലാ സംരക്ഷണവും അവർ വളരെ ശക്തമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടി മറ്റാരെന്ത് ചെയ്താലും ഏൽക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ എന്നിട്ടും ഇവരുടെ കുടുംബത്തിൽ ഛിദ്രമുണ്ടാകുന്നു. ഉണ്ടായി ഭാര്യയും ഭർത്താവും മകനും ഇവർ 3 പേരും 2 വഴിക്ക് പിരിയുന്നു എന്നുള്ളതാണ്. ഭർത്താവ് പ്രത്യേകിച്ചും ഭാര്യയും മകനും അവർ വിലയ്ക്ക് വാങ്ങിച്ച് താമസിക്കുന്ന വീട്ടിൽ തന്നെ താമസമാകുന്നു. ഭർത്താവ് ശരിക്കും പറഞ്ഞ ഒരു തെരുവിലേക്കായിപ്പോയി ഒരവസ്ഥ വന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഈ 3 പേർക്കും അറിയില്ല കാരണം എന്തെന്ന്. പക്ഷേ അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ്. ഇനി ഒരിക്കലും അടുക്കാത്ത വിധത്തിൽ അവർ അകന്നു പോകുന്നു. അവർ നിയമപരമായിട്ട് ബന്ധങ്ങൾ വേർപെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ പോയി. പക്ഷേ കുറേ ആൾക്കാർക്ക് ഇതൊരു അത്ഭുതമായി തോന്നി, എന്താണിത് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോഴും ഇവർ പരസ്പരം, ഈ ഭർത്താവായാലും ശരി തന്നെ, അയാൾ ചിന്തിച്ചത് ഇതെന്തോ ശത്രുദോഷം വന്നതാണ്. ശത്രുദോഷം വന്നു, ഉറപ്പ് തന്നെയാണ്, കൂടപത്രം എന്തോ വന്നു എന്നുള്ളതാണ്. പക്ഷെ അയാൾക്കറിയാം അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും ആ കുടുംബത്തിനെ തകർക്കാൻ പറ്റില്ല. അത്രയും ശക്തമായ രീതിയിലുള്ള സംരക്ഷണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സംരക്ഷണത്തിനെയും തകർക്കാൻ പറ്റുന്ന വിദ്യകളുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ആരും കടന്നു കാണില്ല. കാരണം അങ്ങനെ വിരോധമുണ്ടാകാനായിട്ട് ആ പരിസരത്ത് ആരുമില്ല. ഇവർ നന്നായി വന്ന സമയത്തിന് കുറേ വിരോധങ്ങളുണ്ടായി. പക്ഷെ അതിനെല്ലാം അവർ പ്രതിരോധിച്ചു. വീണ്ടും അവർ നന്നായിപ്പോയി. എന്നിട്ട് ഇവരെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ തന്നെ അവരുമായിട്ടൊക്കെ നല്ല സൗഹൃദത്തിലെത്തി പിന്നീട് ഒരു വിഷയവുമില്ലാതെ പോവുകയാണ്. പക്ഷേ ഇവരുടെ സകല ഡീറ്റെയിലും അറിയാം എന്നുള്ള ആരോ ഒരാളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴത്തേക്കും പൂർണ്ണമായും ഭാര്യയും മകനും അവരുടെ വീട്ടിലും, ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ തെരുവിലായി എന്ന് പറയാം. അദ്ദേഹത്തിന് അങ്ങനെ വേണ്ടപ്പെട്ടവരാരും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ പോയി മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും അവർ ഒരിക്കലും അടുക്കാത്ത വിധത്തിലേക്ക് അവർ അകന്നകന്ന് പോവുകയാണ്. ഈ ദോഷം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു. കാരണം ഭർത്താവ് പോയതിൻ്റെ ഒരു വേദന അവരുടെ ഒരു മനസ്സിൽ എവിടെയോ ഒരു ഭാഗത്തുണ്ട്, ഇല്ലയെന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ആ വേദനയെപ്പോലും അല്ലെങ്കിൽ ആ ഒരു നിരാശയെപ്പോലും അദ്ദേഹത്തിൻ്റെ തിരിച്ചു വിളിക്കണം എന്നൊരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം, അങ്ങനൊരു ആഗ്രഹം വരുമ്പോൾ അതിനെയെല്ലാം തകർത്ത് കളഞ്ഞിട്ട് മറ്റെന്തോ ഒരു നെഗറ്റീവ് അവരിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഭർത്താവിന് അങ്ങനൊരു ദോഷം വന്നിട്ടില്ല. അദ്ദേഹം എപ്പോഴും അവരെ തിരിച്ചു കൊണ്ടുവരണമെന്നൊരാഗ്രഹം. പക്ഷേ അദ്ദേഹം ഒരു രീതിയിലും ഈ ഭാര്യയോ കുഞ്ഞുമായിട്ട് ഒന്നും ഒരു വിവരങ്ങളും കൈമാറാൻ പോലും ഈ ഭാര്യയും കുഞ്ഞും തയ്യാറാകുന്നില്ല. അത് കുഞ്ഞെന്നല്ല, ഒരു പയ്യനാണ്, ഒരു ആൺകുട്ടിയാണ്. വളർന്ന് വിവാഹപ്രായമൊക്കെ എത്തി. പിന്നീട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയി ഇദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടും ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്തായാലും പൂർണ്ണമായും അവർ 3 പേരും 2 ഭാഗത്തേക്ക് പോയി. ഭർത്താവിൻ്റെ അവസ്ഥ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. എവിടെയെങ്കിലും കിടന്ന് മരിച്ചു പോയെന്ന് പോലും അറിയില്ല. പക്ഷെ ഭാര്യ മാനസികമായിട്ട് ഒരുപാട് തകർച്ചയിലേക്ക് പോയി.
പക്ഷേ അവിടെ സംഭവിച്ചത്, ഈ മകനാണ് ഇതിൻ്റെ കാരണക്കാരൻ. മകന്, ഇപ്പം ഞാൻ ജാതി പറയുന്നതല്ല, അവരുടെ ജാതിയേക്കാളും കുറഞ്ഞ ഒരു ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ഒരു സ്നേഹബന്ധമുണ്ടാകുന്നു. അപ്പോൾ ഈ ജാതിയോ മതമോ ഒന്നും ആ ഭാര്യയ്ക്കും ഭർത്താവിനും പ്രശ്നമല്ല, സാമ്പത്തികവും പ്രശ്നമല്ല. പക്ഷെ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കണം എന്നുള്ളതും അവരുടെ മകനേക്കാൾ പ്രായം കുറഞ്ഞതായിരിക്കണം എന്നുള്ളതും ഏതൊരു അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹമാണ്. അങ്ങനെ ഒരു ആഗ്രഹം വെച്ച് നോക്കുമ്പോൾ ഈ മകനേക്കാളും 10-15 വയസ്സ് കൂടുതൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ കണ്ടാൽ പോലും, ഞാൻ ആരെ ആക്ഷേപിക്കുന്നതല്ല, കണ്ടാൽ പോലും ആർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള സ്വഭാവത്തിൻ്റെ ഉടമ. കാരണം ഈ മകൻ എന്ന് പറഞ്ഞത് ആ സ്ത്രീയുടെ വലയിൽപ്പെട്ട 100-ന് പുറത്ത്, ഇപ്പം മെമ്പർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ അഡ്മിഷൻ നമ്പർ 100-ന് പുറത്ത് വരും, അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇത് ഇവരൊരുപാട് അന്വേഷിച്ചു. അങ്ങനെ ഇതൊരു കേസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർ കണ്ടുപിടിച്ചു, ഇവർ പോയി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് അവനെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ പൂർണ്ണമായും അവൻ ഇവരുടെ അടുത്ത് എത്തിയില്ല. അവൻ പിന്നീട് ചെയ്തത്, ഈ ബന്ധം ഇല്ല എന്ന് അച്ഛനെ അമ്മയെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് രഹസ്യമായി ഇത് കൊണ്ടുപോയി. ഇതൊക്കെ അവസാനമാണ് അദ്ദേഹമാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. രഹസ്യമായി വെച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയി. ആ സ്ത്രീയുടെ ഉപദേശപ്രകാരം, അതായത് ഈ മകൻ സ്നേഹിച്ച സ്ത്രീയുടെ ഉപദേശപ്രകാരം ഈ അച്ഛനെയും അമ്മയും പരസ്പരം അകറ്റിയാൽ മാത്രമേ ഇവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി. അവനിൽ എന്തൊക്കെയോ, അവിടെയാണ് ഈ കൂടപത്രത്തിൻ്റെ ശക്തി. അച്ഛനെയും അമ്മയെയും ജീവനേക്കാൾ സ്നേഹിച്ചിരുന്ന അവൻ അവസാനം ഈ അച്ഛൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ ഏറ്റവും വലിയ ശത്രുവായി കാണുകയും വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമങ്ങൾ അവൻ ബോധത്തോടു കൂടിയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ അമ്മ അച്ഛനെ വെറുക്കുവാൻ വേണ്ടിയിട്ടുള്ളത് വഴി അമ്മയിലും ചെയ്തു. ഈ വീട് വിട്ടു പോകണം എന്നുള്ള ഒരു മനസ്സുണ്ടാക്കാൻ വേണ്ടി അച്ഛന് വേണ്ടിയിട്ടും ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അത് കൊടുത്തു. അത് പിന്നീട് രണ്ടാമത് അത് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ ഭാര്യയും ഭർത്താവും, ആ നാട്ടിലുള്ളവർ മാതൃകാ ദമ്പതിമാരായിട്ടും ഒരിക്കലും അവർ പിണങ്ങില്ല എന്ന് വിചാരിച്ചിരുന്ന നാട്ടുകാരെല്ലാം അവസാനം അത്ഭുതം കൊണ്ട് അവർ അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ്. എങ്ങനെ ഇവർ തമ്മിൽ പിണങ്ങി എന്നുള്ളതാണ്. പലരും അവരുടെ ജീവിതവും അവരുടെ ആ ഒരു മാനസിക അടുപ്പവും ചേർച്ചയും കണ്ട് ഒരുപാട് പേര് അസൂയപ്പെട്ടിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ടുണ്ട്, അതിശയിച്ചിട്ടുണ്ട്, അതുപോലെ ആകാൻ വരെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞതാണ് ആ കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു കാരണവുമില്ലാതെ അവർ പരസ്പരം അകന്നു പോയി എന്ന് പറയുമ്പോൾ ഈ കൂടപത്രത്തിൻ്റെ ശക്തി, അതും സ്വന്തം മകൻ തന്നെ അച്ഛനെയും അമ്മയും പരസ്പരം പിരിച്ചാൽ മാത്രമേ അവൻ ആഗ്രഹിച്ച ഒരു പെണ്ണിനെ കിട്ടൂ എന്നുള്ളത് കൊണ്ട് ഇവർ രണ്ടുപേരും കൂടി, ഈ ചെറുപ്പക്കാരനും ഈ 10-15 വയസ്സ് മേൽ പ്രായമുള്ള ഈ സ്ത്രീയും കൂടി തമിഴ്നാട് ഭാഗത്തുള്ള ഏതോ ഒരു ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് എന്തോ ചെയ്തു കൊടുത്തു. അത് കൊണ്ടുവന്നിട്ട് ഈ വീട്ടിൽ അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ ആ ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പോഴും, അതായത് അവർക്ക് പരിസര ബോധമില്ല, എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല, എന്താണ് പ്രവർത്തിക്കുന്നത് അറിയില്ല, എങ്ങോട്ട് പോകുന്നതെന്നറിയില്ല. ആ ഒരു അവസ്ഥയിൽ ഇന്നും ആ സ്ത്രീ കിടന്ന് ഇങ്ങനെ ഓടുകയാണ് അവരെ ഭർത്താവ് പോയി. പക്ഷെ ഭർത്താവിനെ അത്രയും സ്നേഹിച്ചിരുന്നവർ, ഭർത്താവ് തെരുവിലാണ്, അയാൾക്ക് കഴിക്കാൻ ആഹാരമോ ഒരുപാട് അസുഖങ്ങളുണ്ട്, മരുന്നോ കാര്യങ്ങളോ ഒന്നും അവരാണ് എല്ലാം നോക്കിയിരുന്നത്. പക്ഷേ അവർ പിന്നീട് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല, അവർക്കറിയില്ല. അങ്ങനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ഒരു രൗദ്രഭാവം കൊണ്ടുപോകുന്നൊരവസ്ഥ. എന്നിട്ട് അവർക്ക് മാനസികമായി ഒരുപാട് ഡിപ്രഷൻ ഉണ്ടാകുന്നു. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് സ്വന്തം കാര്യം വിജയിപ്പിച്ച സന്തോഷത്തോടു കൂടി ആ മകൻ അമ്മയോടൊപ്പം ജീവിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കൂടപത്രം എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നും, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജീവിക്കുന്നതിന് പുറത്തുള്ള നമ്മുടെ അയൽവക്കമോ നമ്മുടെ മറ്റുള്ള ബന്ധുക്കളോ മാത്രമല്ല, നമ്മളോടൊപ്പം നമ്മളെ വിശ്വസിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്ന നമ്മുടെ സന്തതികൾ പോലും നമുക്കെതിരെ, മാതാപിതാക്കൾക്കെതിരെ ചെയ്യും. അവരുടെ ആവശ്യം ഒന്നേ ഉള്ളൂ, അവരാഗ്രഹിച്ച ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു പുരുഷനെ അവർക്ക് ജീവിത പങ്കാളിയാക്കുക.
ജീവിതം കണ്ട അച്ഛനും അമ്മയ്ക്കും അറിയാം ഇത് എന്നായാലും വലിയ ഒരു വിഷയത്തിലേക്ക് പോകും. അവൻ്റെ ജീവിതം എന്നല്ല, അവൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ പോകുന്നു, സ്വന്തം മകൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയും അത് തടയാൻ ശ്രമിക്കും. അത് ഒരിക്കലും തെറ്റല്ല. പക്ഷെ അങ്ങനെ തടയുമ്പോൾ ഇങ്ങനെ നടക്കുന്ന ചില സ്ത്രീകൾ അവർ ഇവൻ്റെ പണം കണ്ടിട്ടാണ്, ഇവൻ്റെ സ്വത്ത് കണ്ടിട്ടാണ് വന്നത്. അത് തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ട് പിന്നെന്ത് മാർഗം? ആദ്യം അവനിലേക്ക് എന്തൊക്കെയോ ഇതേ കണക്കുള്ള കൂടപത്രങ്ങൾ ചെയ്ത് കൈവശം കൊടുത്ത് കൊടുത്തിട്ട് പോയി അടിയട എന്ന് പറഞ്ഞാൽ അവൻ പോയി അച്ഛനെയും അമ്മയും അടിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവനെ മാറ്റിയതിന് ശേഷം പിന്നെ അവർ ചെയ്തു കൊടുത്ത് രണ്ടുപേരും കൂടെ പോയി ചെയ്തു വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് ആ വീട്ടിൽ സ്ഥാപിച്ചു. അമ്മയ്ക്ക് ഉള്ളിൽ കൊടുത്ത് കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും ആ സ്ത്രീ ഭർത്താവിനെ വെറുത്തു. ഭർത്താവിന് നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ആ വീട്ടിലയാൾക്ക് കയറാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നു. അയാൾ നാട് വിട്ടുപോയി. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് പോയി. ആ സ്ത്രീ പൂർണ്ണമായും ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് പിടിച്ചു. മകൻ്റെ അവസ്ഥ അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കും. ഇങ്ങനൊരു വിഷയം ഇതെൻ്റെ അടുത്ത് വന്ന വിഷയമാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കെല്ലാം മൂന്ന് വഴിക്കായി ഇപ്പോൾ എന്നുള്ളൊരവസ്ഥയിലാണ്. ആ സ്ത്രീയുടെ കാര്യമാണ് ഏറ്റവും കഷ്ടമെന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് ദുരന്തങ്ങൾ അയാളും അങ്ങനെ തന്നെയാണ്, പക്ഷേ അയാളെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അത് പറയുന്നില്ല. പക്ഷേ ആ സ്ത്രീ ഇന്ന് ജീവിച്ചിരിക്കുകയാണ്. അവർ ഒരുപാട് ദുരന്തങ്ങൾ, സ്വന്തം മകൻ കൊടുത്ത ദുരന്തം ഒരു പെണ്ണിന് വേണ്ടിയിട്ട്. കൂടപത്രങ്ങൾ ഇങ്ങനെയും വരാം. സ്വന്തം അമ്മയുടെ ദുരന്തം കണ്ടിട്ട് പോലും ആ മകൻ്റെ മനസ്സിൻ്റെ ആ കടുപ്പം മാറിയില്ല, ആഗ്രഹം മാറ്റിയില്ല. അച്ഛൻ എവിടെയാണെന്ന് പോലും അറിയില്ല. അച്ഛനെക്കുറിച്ച് അവൻ ചിന്തിക്കാറില്ല. അവൻ ഒറ്റ ചിന്ത മാത്രമേ ആ പെണ്ണിനെ സ്വന്തമാക്കണം. അതിന് അവന് കിട്ടിയത് ഒരു പണിയാണ്. ആ പണി കിട്ടിയത് കൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ കൂടെ നിൽക്കുന്നവർ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടപത്രം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. നമ്മൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി. ഞാൻ ഇന്നൊരു സംഭവം കഥ പറഞ്ഞത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെ നമുക്ക് വരാം, നമ്മുടെ ചുറ്റിൽ നിൽക്കുന്ന ആരെയൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ളത്. സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരെയും സൂക്ഷിക്കുക. നമ്മുടെ ചുറ്റിന് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ ഉൾപ്പെടെ എല്ലാവരെയും നമ്മൾ സൂക്ഷിക്കുക. എപ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു പണി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും അവൻ്റെ ജീവിതത്തെ താറുമാറാക്കുന്നതൊന്നും ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ സംഭവ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇത് കണക്കുള്ള പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ നേരിട്ട് അവിടെ വന്നാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. നിങ്ങൾക്ക് ജ്യോതിഷം നേരിട്ടറിയാം. നേരിട്ട് വന്നാൽ നമുക്ക് നേരിട്ട് തന്നെ ജ്യോതിഷം നോക്കാൻ സാധിക്കും. അത് തിരുവനന്തപുരത്താണ് നിങ്ങൾ വരേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യാനും എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.